നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ നടന്നതെന്തെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് രാജ്യത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. 3 പെൺകുട്ടികളും മാവോയിസ്റ്റ് സ്വാധീന ജില്ലയായ നാരായൺപൂരിലെ അബൂജ്മാഡിൽ നിന്നുള്ളവർ. ഈ മാവോയിസ്റ്റ് മേഖലയിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കുമുള്ള ആളുകളുടെ വരവും പോക്കും സദാ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെയാണ് ഈ 3 പെൺകുട്ടികളും ആദ്യം റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസ് എഫ്ഐആർ ഇടുന്നതും അസിസി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നതും. ഇതിനുശേഷമാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അതിശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇനി നമ്മുടെ മുന്നിലുള്ള മാർഗം നിയമപരമായ ഇടപെടലുകളാണ്. എന്നാൽ ഇതിനു പകരം രാഷ്ട്രീയമായ മുതലെടുപ്പിനാണ് ശ്രമം നടക്കുന്നത്. ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, KCBC സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള, കാസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ എന്നിവരാണ്. ആദ്യം KCBCയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളയിലേക്കാണ്. ശ്രീ പ്രസാദ് കുരുവിള, ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ വാർത്ത പുറത്തു വന്ന സമയം മുതൽ BJPയുടെ കേരള ഘടകം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ, ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇപ്പോൾ ഛത്തീസ്ഗഡിലാണ് ഉള്ളത്. അവിടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട്, സർക്കാരിനെ കണ്ട് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ആ സിസ്റ്റേഴ്സിനെ അവിടെ നിന്ന് മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. എങ്ങനെയാണ് KCBC ഈ ഇടപെടലുകളെ കാണുന്നത്? ഇടപെടലുകളൊക്കെ നല്ല കാര്യമാണ്. യഥാർത്ഥത്തിൽ ആദ്യത്തെ ഇടപെടൽ, പോലീസിൻ്റെ ഇടപെടൽ, അല്ലെ ആ സംഘടനകളുടെ ഇടപെടൽ ഒഴിവാക്കാവുന്നൊരു കാര്യമായിരുന്നു. അവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും നിലനിൽക്കുന്നില്ലായിരുന്നുവല്ലോ. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും, എല്ലാ കോൺവെൻറ്റുകളിലേക്കും പല മേഖലകളിൽ നിന്നുള്ള പല സംസ്ഥാനക്കാരായ യുവതികളെ കിച്ചൺ ജോലികൾക്കും മറ്റ് ജോലികൾക്കും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ ഹോം സിക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചിലർ കരയുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് മുതലെടുത്തുകൊണ്ട് ആളുകളെ, സിസ്റ്റേഴ്സിനെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നതും അതൊരു നീതിയുക്തമായൊരു കാര്യമല്ല. ഏതായാലും അവിടെ അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച അനധികൃതമായ ഒരു അറസ്റ്റിനെ തുടർന്നാണല്ലോ ഈ ചർച്ചകൾക്ക് തന്നെ ഒരു കാരണമായിരിക്കുന്നത്. അപ്പോൾ അവിടെ തെറ്റും പറ്റിയിരിക്കുന്നു. അവിടെ ഒരു പക്ഷേ അവിടെ കൂടിയ ആളുകളുടെ തെറ്റിദ്ധാരണയുടെ ഫലം അല്ലെ എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഉള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമ്മുടെ കേരള സമൂഹവും ഇന്ത്യൻ സമൂഹവും ഒക്കെ തന്നെ ഈ അറസ്റ്റിനെ അപലപിക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമുണ്ടാവുന്നുണ്ട്. അവർക്ക് ജാമ്യത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ആളുകൾ, കേരളത്തിലെ സംവിധാനങ്ങൾ അവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മുൻകൈ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇതൊക്കെ ഒഴിവാക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മുടെ കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭകളും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എത്രമാത്രമാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊന്നും കണ്ടില്ല എന്നടിച്ച് ഇപ്പോൾ അതിന് പ്രത്യേക ഒരു പേരും കൊടുത്ത് മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്നതും അതിന് പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ ശിക്ഷിക്കുന്നതും അല്ലെ അവരെ ജയിലിലാക്കുന്നതുമായ നടപടികളിലേക്ക് പോകുന്നത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യങ്ങൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒഴിവാക്കാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു അല്ലേ എന്നാണ് എനിക്കിവിടെ ചോദിക്കുവാനുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ശ്രീ പ്രസാദ് കുരുവിള, നമ്മൾ അവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ 3 പെൺകുട്ടികളും, ഈ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട 3 പെൺകുട്ടികൾ മാവോയിസ്റ്റ് സ്വാധീന ജില്ലയായ നാരായൺപൂരിൽ നിന്നുള്ളവരാണ്. ആ ജില്ലയിലെ മാവോയിസ്റ്റ് ഭരണമേഖലയായ അബൂജ്മാഡിൽ നിന്നുള്ളവരാണ് ഈ പെൺകുട്ടികൾ എന്ന് വളരെ ശ്രദ്ധേയമായി നമ്മൾ എടുത്തു കാണേണ്ട വസ്തുത.
2024 ഒക്ടോബറിൽ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ട നടന്ന സ്ഥലം കൂടിയാണ് അബൂജ്മാട്. ഇവിടെ 38 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന ഒക്ടോബറിൽ വധിച്ചത്. അതായത് അതീവ സുരക്ഷാ മേഖലയാണ്. മാത്രവുമല്ല, ഈ പെൺകുട്ടികൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ കൂടിയാണ്. സ്വാഭാവികമായും ഈ അബൂജ്മാട് എന്ന് പറയുന്ന ഈ പ്രദേശം എല്ലാ ഏജൻസികളുടെയും കർശനമായ നിരീക്ഷണത്തിലുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്ന് ആരെങ്കിലും പുറത്തു വരുന്നതോ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് ആരെങ്കിലും അകത്തേക്ക് കയറുന്നതോ ഈ സുരക്ഷാ ഏജൻസികളുടെ കണ്ണിൽപ്പെടുക വളരെ സാധാരണമായൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസിൻ്റെ കണ്ണിൽപ്പെടുന്നത്, ഒരു TTയുടെ കണ്ണിൽപ്പെടുന്നത്. സ്വാഭാവികമായും അങ്ങ് സൂചിപ്പിച്ചു, ചില ഹോം സിക്നെസ് ഒക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പെൺകുട്ടികൾക്കുണ്ടാകാം. സ്വാഭാവികമാണ് അക്കാര്യം. അങ്ങനെ എടുത്താൽ തന്നെ RPF വന്ന് ഈ കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ അതിൽ ഒരു പെൺകുട്ടി പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്, കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇടുന്ന സാഹചര്യമുണ്ടായത്. ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല പോകുന്നത്. വീട്ടുകാർക്ക് ഒരു കുട്ടി പറയുന്നത് വീട്ടുകാർക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കും ഇക്കാര്യത്തിൽ എന്ന് പറയുന്നു. ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. അതായത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ കുട്ടിയെ കാണാനില്ല എന്ന് കാണിച്ച് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്യാനിരിക്കുകയായിരുന്നു എന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ കൈവശം ഇത്തരത്തിൽ 3 പെൺകുട്ടികൾ എത്തുമ്പോൾ, പ്രത്യേകിച്ചും ഈ മേഖലയിൽ നിന്നുകൂടിയാകുമ്പോൾ ഒരു വലിയ പരിശോധന നടക്കും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 പ്രധാന നിയമങ്ങൾ, ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന 2 പ്രധാന നിയമങ്ങൾ അനുസരിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്, RPF കേസെടുത്തിരിക്കുന്നത്. അവിടെ ഉണ്ടായ ചില പൊരുത്തക്കേടുകൾ, ആ മൊഴികളിൽ ഒരുപക്ഷെ പൊരുത്തക്കേടുണ്ടാകാം, ഇല്ലായിരിക്കാം. RPF ആവശ്യപ്പെട്ട, റെയിൽവേ ആവശ്യപ്പെട്ട പ്ലാറ്റ്ഫോമില്ല, യാത്രാരേഖകളില്ല, ഐഡന്റിറ്റി കാർഡില്ല, ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ നിലനിൽക്കുമ്പോൾ വളരെ നിയമപരമായി മാത്രമല്ലേ പോലീസിന് ആ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ. ശ്രീ പ്രസാദ് കുരുവിള, ഇവിടെ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ് എന്ന് അങ്ങ് നീലിമ സൂചിപ്പിച്ചതായിട്ട് ഞാൻ കേൾക്കുന്നു. പക്ഷേ ഈ മാവോയിസ്റ്റുകളെ കൊണ്ട് എന്താ നമ്മുടെ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് കാര്യം? മറ്റൊന്ന്, മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞുള്ള കേസൊക്കെ വന്നാ പറയും. കന്യാസ്ത്രീകൾക്ക് എന്തിനായി മനുഷ്യക്കടത്ത് നടത്തുന്നത്? കന്യാസ്ത്രീകൾക്ക് എന്താ മനുഷ്യക്കടത്തിന്റെ ഉദ്ദേശം? പാവങ്ങള് അവര് നിസാരം ഏതെങ്കിലും അടുക്കള ജോലി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരട്ടെ. 2013 ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് പാസാക്കിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതായത് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് അവിടെ വളരെ വ്യാപകമായി ഈ സിസ്റ്റേഴ്സ് ചെയ്തു എന്നല്ല പറഞ്ഞു വരുന്നത്. ഈ മനുഷ്യക്കടത്ത് വളരെ വ്യാപകമായ ഒരു മേഖലയാണ് ഒരു ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിന് തടയിടേണ്ടത് ആ സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ജോലിക്കായി ഇവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ രജിസ്ട്രേഷൻ രേഖകളില്ല. അപ്പോൾ പോലീസിന്റെ മുമ്പിൽ ആ സമയത്തുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ചില നിയമപരമായ കാര്യങ്ങളാണ്. അതാണ് അവിടെ സംഭവിച്ചതെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിസ്റ്റേഴ്സിന് പങ്കില്ല എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതേ കാര്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അല്ല ഇതിനകത്ത് പങ്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്നുണ്ട്, പോലീസിനും ബോധ്യം വരുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ അറസ്റ്റും കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാ അത്രയും നിർമ്മലരായ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു വലിയ പ്രതിഷേധത്തിന് അവസരമൊരുക്കിയത് തന്നെ തെറ്റല്ലേ? ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ കന്യാസ്ത്രീകളൊന്നും ഒരിടത്തേക്ക് ഓടിപ്പോകുന്ന ആളുകളല്ല, എല്ലാവരും പറയുന്നോട് നിൽക്കുന്ന ആളുകൾ തന്നെയല്ലേ. അതിന്റെ അകത്ത് വന്ന് പാളിച്ചയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തമായ ഒരു രാഷ്ട്രീയം ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് എന്താണ് റോള്? പോലീസിന്റെ റോൾ എന്ന് പറയാം. എന്താണ് ബജറംഗ് ദൾ വിഭാഗത്തിന്റെ റോൾ? എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. പോലീസിന്റെ റോളുണ്ട്, പട്ടാളത്തിന് നിയമ സംവിധാനങ്ങൾക്ക് റോളുണ്ട്.
പക്ഷേ ഈ ബജറംഗ് ദൾ സംവിധാനം പോലീസ് സ്റ്റേഷനിൽ കയറി അവരുടെ കൂടെ ഉണ്ടാകുന്ന ആളുകളെ തൊഴിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ചോദിച്ചാൽ ഇവർക്ക് എന്താ റോള്? അപ്പൊ പോലീസ് അല്ല അവിടെ ഭരിക്കുന്നത് മറ്റു ചില സംവിധാനങ്ങളാണെന്നുള്ള ബോധ്യം സാധാരണ ജനക്കെല്ലാം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം വെറുതെ എവിടെ വെള്ളം കാണാൻ കിട്ടുന്ന സിസ്റ്റേഴ്സ്. ഞാൻ അങ്ങയിലേക്ക് എത്താം, പ്രസാദ് കുരുവിള, അങ്ങയിലേക്ക് എത്താം. അങ്ങയുടെ ആശങ്കകളാണ്, KCBCയുടെ ആശങ്കകളാണ് അങ്ങ് പങ്കുവെക്കുന്നത്. BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിലേക്കാണ് പോകുന്നത്. ശ്രീ TS ഉല്ലാസ് ബാബു, KCBCയുടെ ആശങ്കയാണ് പ്രസാദ് കുരുവിള പങ്കുവച്ചത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു ധൃതി പിടിച്ച സമീപനം ഉണ്ടായി എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. എന്താണ് BJPയുടെ ഇക്കാര്യത്തിൽ നിലപാട്? അല്ല നീലിമ, BJPയുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ ബഹുമാനനായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് സന്ദർശിച്ച് ഈ വ്യക്തികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള നിയമപരമായ സഹായം കൊടുക്കാനായി BJPയുടെ ഭാഗത്ത് വിട്ടിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ടീമും കൃത്യമായിട്ട് നിങ്ങളോട് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഇവിടെ പ്രശ്നം, ഇവിടെ ഈ വലിയ നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടത് എന്തിനായിരുന്നു? ഇവിടുത്തെ മാധ്യമങ്ങൾ, ഞാൻ കൃത്യമായി തന്നെ പറയട്ടെ, ആതമ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചില കൂട്ടർ കാണിച്ചിട്ടുള്ള ഏറ്റവും മോശകരമായൊരു പ്രവൃത്തിയാണിത്. അവരെന്താണ് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്നത്? അവർ പറഞ്ഞുണ്ടാക്കുന്നത് ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും തമ്മിൽ തല്ലിക്കുക, അല്ലെങ്കിൽ BJPയും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലണം എന്ന് പറയപ്പെടുന്ന അജണ്ടയാണ്. ഈ അജണ്ടയ്ക്ക് പുറകിൽ കൃത്യമായി പറയും, ഇസ്രായേൽ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ എടുത്ത തീരുമാനം, വഖഫ് വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ എടുത്ത തീരുമാനം, ഈ തീരുമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള പ്രയാസങ്ങളും ഇവിടുത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്നുള്ളതും അതൊരു സമൂഹത്തിൻ്റെ നല്ലതായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നുള്ളതും വന്നിരിക്കെ സർക്കാർ കുറച്ചു കാലം മുൻപ് ഒരു 4 ദിവസം മുൻപ് ഒരു കോടതി വിധി വന്നല്ലോ CPMനെതിരെ. ആദ്യം ഭാരതത്തിനോട് സ്നേഹിക്കാൻ പറഞ്ഞില്ലേ, ആ വിഷയം അടക്കം ഇതിനകത്തുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള തലച്ചോറുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടാണ് കേരളത്തിൽ ഈ വിഷയത്തെ വലിയ പർവ്വതീകരിച്ചത്. കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, നിയമവാഴ്ചയുള്ള നാടാണ് നമ്മുടെ. ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് മതേതരത്വ സംവിധാനം നിലനിന്ന് പോകുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ചെയ്യാമോ എന്നൊരു കാര്യമുണ്ട്. എന്നൊരു ചോദ്യമാണല്ലോ ഇപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. KCBCയെ പോലെയുള്ള ആരാധ്യമായിട്ടുള്ള സംഘടനയടക്കം അതിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വവുമാണ്. അത് അവർ ചെയ്യുകയും ചെയ്യും. പരിപൂർണമായിട്ട് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJPക്കും ഉണ്ട്. BJPയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഇവരെല്ലാവരും ബന്ധപ്പെട്ടിരുന്നല്ലോ. അദ്ദേഹം എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു? അദ്ദേഹം എന്താ ചെയ്തത്? ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കൃത്യമായി വിളിച്ചല്ലോ, ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ വിളിച്ചല്ലോ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടല്ലോ, PM-ഉമായിട്ട് വരെ ബന്ധപ്പെട്ടല്ലോ. ഉന്നത കേന്ദ്രങ്ങളുമായി കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതിപരമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ക്യുക്കായിട്ടുള്ള ഡിസിഷൻ എടുത്ത് ഇതിൽ നിരപരാധിത്വമുണ്ട് എങ്കിൽ പരിപൂർണമായിട്ടത് പുറത്തു കൊണ്ടുവരണമെന്നും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണ് എങ്കിൽ അവരെ ശിക്ഷിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് BJPക്ക്. ബജ്രംഗ് ദൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. BJP ഒരു കാരണവശാലും ബജ്രംഗ് ദൾ പ്രവർത്തകരെന്നല്ല. ഇന്ത്യ മഹാരാജ്യത്തെ, നിയമവാഴ്ചയുള്ള രാജ്യത്തെ നിയമം കയ്യിലെടുക്കാൻ ഒരു തേർഡ് പാർട്ടിയെയും അംഗീകരിക്കുന്ന ഒരു സംവിധാനം BJPക്ക് അകത്തില്ല. അവിടെ നടന്നത് നാരായൺപൂർ എന്ന് പറയപ്പെടുന്ന നക്സൽ ഏരിയയിൽ അവിടെ ഇത്തിരി പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള വക്താവും കൂടിയായിട്ടുള്ള ബഹുമാനായിട്ട് ശ്രീ പത്മനാഭൻ ഇന്നലത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞില്ലേ, അദ്ദേഹം ഛത്തീസ്ഗഡിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോയ സമയത്ത് റൂമിൽ വന്ന് 8:30 തട്ടുന്നു. അദ്ദേഹം തട്ടിയിട്ട് ഒരു ഓഫീസ് റൂം, 2 സെക്യൂരിറ്റി ഓഫീസറും വന്നു. ശ്രീ പത്മനാഭനാണോ? അതെ. നിങ്ങൾ എന്തിനു വന്നു? ഞാൻ ഇന്ന മീറ്റിങ്ങിന് വന്നു. ആ ID കാർഡ് നോക്കി, സോറി ഫോർ ഡിസ്റ്റർബൻസ്, അവർ പോകുന്നു. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് മനസ്സിലായില്ല. ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മേഖലയിലെ ഈ നക്സൽ പ്രവർത്തനം ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് 60 കിലോമീറ്റർ അപ്പുറത്ത് ദന്തേവാഡ എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ട് പോലും ദുർഗ് എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിൽ 3 പെൺകുട്ടികളും അവരുടെ സഹോദരനും വരുന്നു. അവർ 2 ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ അവരെ കാത്തു നിൽക്കുന്നു. TTയും അതുപോലെ
അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും അവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചില്ല. യാത്ര ആഗ്രയിലേക്ക് യാത്ര പോകുന്നു എന്ന് പറഞ്ഞു. ടിക്കറ്റ് ഉണ്ടോ? ഇല്ല. ആധാർ കാർഡ് ഉണ്ടോ? ഇല്ല. മറ്റു രേഖകളൊന്നും ഇല്ല എന്ന് അവർ കൃത്യമായി പറയുന്നു. കന്യാസ്ത്രീമാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അവരുമായി സംസാരിക്കുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുമ്പോൾ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു. പോലീസ് വന്നതിന് ശേഷം ഈ പെൺകുട്ടികളോട് ചോദിച്ചതിൽ ഒരു പെൺകുട്ടി അവിടെ മൊഴി കൊടുക്കുന്നു. എൻ്റെ സമ്മതമില്ലാതെയാണ്, എനിക്ക് താല്പര്യമില്ലാതെയാണ് കൊണ്ടുപോകുന്നത്. ആ മൊഴി നിങ്ങൾ ഇന്നലെ മാതൃഭൂമി പത്രം നിങ്ങൾ നോക്കണം, അതിൽ കൃത്യമായ റിപ്പോർട്ടുണ്ട്. അവിടെയുള്ള അന്നത്തെ റിപ്പോർട്ടുകളോട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി വിരുദ്ധമായിട്ട് റിപ്പോർട്ട് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേസെടുക്കേണ്ടി വരും. ആ നിയമപരമായി ഒരു തീരുമാനമെടുക്കുന്നു. അതിൽ ഈ കന്യാസ്ത്രീ ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തെന്നോ അവർ ആ തെറ്റിന് കൂട്ടുനിന്നോ എന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. അവിടെ ആ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം നിയമവാഴ്ചയുള്ള രാജ്യത്ത് പോലീസിനും മറ്റൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ചെയ്ത പ്രവൃത്തി അതിനൊന്നും BJP ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. നോക്കൂ, ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 18ഓളം വരുന്ന പെൺകുട്ടികളെ അധികം കുറച്ച് കാലം, ഒരു കാര്യം പറയട്ടെ, അപ്പോൾ കുറച്ച് കാലം മുന്നേ കൂടെ ഇറക്കി ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീഷയിൽ നിന്നും അവരുടെ ആധാർ കാർഡ് തിരുത്തിയിട്ടാണ് വന്നത്. 16ഉം 15ഉം വയസ്സായിട്ടുള്ള കുട്ടികളായിരുന്നു. അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അവരെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞു. 2019 അതിന് ശേഷവും ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 60 പേരെ ബീഹാറിൽ നിന്ന് ട്രെയിൻ മാർഗം വഴി യത്തീംഖാനയിലേക്ക് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്തല്ലോ കേരളത്തിനകത്ത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ ഈ പ്രശ്നങ്ങളുണ്ട്. നക്സൽ ഏരിയയാണ്, സ്കാൻഡ് ഏരിയയാണ്. അപ്പോൾ അവിടെ അന്വേഷണങ്ങൾ കൂടും, അവിടെ ചില ചെക്കിങ്ങുകൾ കൂടും. ആ ചെക്കിങ്ങുകൾ നടക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ ഉണ്ടാകുന്ന സമയത്ത് നിയമപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവിടെ നമ്മുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ നിരപരാധിത്വം കൃത്യമായി തെളിയിക്കാനും അതിനു വേണ്ടുന്ന സഹായം ചെയ്യാനുമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സംഘമടക്കം ഛത്തീസ്ഗഡിൽ പോകുന്നതും. അവിടെ ഛത്തീസ്ഗഡിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോയി ഒരു ഷാളിട്ട് അണിയിച്ചപ്പോൾ നിങ്ങളുടെ കേരള മാധ്യമ പ്രവർത്തകരിലെ 1-2 മാധ്യമങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തത്? എന്തിനാണ് അനൂപ് ആന്റണിക്ക് ഷാളിട്ട് സ്വീകരിക്കണമെന്ന് ഇയാളോട് ചോദിച്ചിട്ട് വേണം. അനൂപ് ആന്റണിക്ക് ഷാളിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ അത് അവരുടെ ഇഷ്ടമല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന മാധ്യമ നറേറ്റീവുകൾക്ക് പുറകിൽ നമ്മൾ ഒരിക്കലും പോകരുത്. ബഹുമാനമായിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറയേണ്ടത്, ഇവിടെ BJP വേഴ്സസ് ക്രിസ്ത്യൻ എന്ന് പറയപ്പെടുന്ന നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അവർ വിതയ്ക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അടുത്ത തവണ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബദലായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചൊരു പാത ഒരുക്കി കൊടുക്കലാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന പണി. അതിൻ്റെ പുറകിൽ മുസ്ലിം ലീഗുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കന്യാമറിയത്തിൻ്റെ പടം വെച്ചതിൻ്റെ പേരിൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ വിഷയം ഈ കാസർഗോഡ് നടന്നത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ കേരളത്തിൽ സംസാരിക്കണം. ഇടതുപക്ഷം ഇന്ന് പാർലമെൻറ്റിൽ പോയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പാലപ്പള്ളിയിൽ നടത്തിയ പ്രവർത്തനം, ജോസഫ് മാഷ്ട കൈകൂട്ടിയ വിഷയം, അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട വിഷയം, ചാവക്കാട് പള്ളിക്കെതിരെ എടുത്ത കേസ്, അങ്ങനെ അക്കമിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിനകത്ത് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വെറുതെ. അവരൊന്നും ഇതിൽ ഇപ്പോൾ വലിയ സംഭവമായി കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും BJP രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് തർക്കമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവണത. നിയമം വായിച്ച് നടക്കുമ്പോൾ ഇവിടെ കാവിയിട്ട സന്യാസിയാണ് ഈ പ്രവർത്തി ചെയ്തെങ്കിൽ കേസെടുക്കും. ഇവിടെ മുല്ലാക്കന്മാരാണ് ഇത് നടത്തിയെങ്കിൽ കേസെടുക്കും. ഇവിടെ ക്രിസ്ത്യൻ സഹോദരന്മാരാണ് നടത്തിയെങ്കിൽ കേസെടുക്കും. ആ കേസിൽ നമ്മുടെ നിരപരാധിത്വം കൃത്യമായി തെളിയിച്ച് അതിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ നടത്തുക എന്നുള്ളതാണ്. പരസ്പര വിരുദ്ധമായ മൊഴി പറഞ്ഞത് കന്യാസ്ത്രീമാരല്ല, അവർക്ക് യാതൊരു തെറ്റും അതിനകത്തില്ല. അവർ പറയുന്ന ഒരു കുട്ടികൾ ഒരു കാര്യം എന്താ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞാൽ എന്താ? നിങ്ങൾ റിപ്പോർട്ട് കൃത്യമായി നോക്ക്. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റൽ വീട്ടു ജോലിക്കാണ് പോകുന്നത്. ഇപ്പുറത്ത് ഒരു ടീം പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റലിലേക്ക് ജോലിക്കാണ് പോകുന്നത്. ആ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ പറഞ്ഞത് BJPക്കാരാണോ? അല്ലല്ലോ, അത് കുട്ടികളല്ലേ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കേസ് വന്നു. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യ വിഷയം. പിന്നെ ഇതിനെ പർവ്വതീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇവിടുത്തെ മറ്റു മാധ്യമ പ്രവർത്തകർ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ KCBC പോലെയുള്ള ആളുകൾ, എൻ്റെ സഹ പാനലിസ്റ്റായിട്ടുള്ള ബഹുമാനരായിട്ടുള്ള ആളുകളും പോകരുതെന്നും നിങ്ങളിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും ചില വിഷയങ്ങൾ വരുമ്പോൾ അതിന് നിയമപരമായി നേരിടുന്ന സമയത്ത് അതിന് കൺവർഷൻ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം കൂടി പറയാൻ നിലനിർത്തേണ്ട, 2ാം തവണ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കൂ, ഈ വിഷയം, അതായത് ഛത്തീസ്ഗഡിലായിക്കോട്ടെ, രാജസ്ഥാനിലായിക്കോട്ടെ, അതിൻ്റെ മുൻപിലുള്ള മധ്യപ്രദേശിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, ഈ നിയമം പാസ്സാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോൾ ഈ ഗീർവാൺ അടിക്കുന്ന കോൺഗ്രസ്സുകാരില്ലേ, ഈ നിയമം അവിടെ പാസ്സാക്കിയിട്ട് 1968-ലും 67-ലും 64-ലും ഒക്കെ ഈ നിയമം കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അവിടെ അങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിയമം അവർ പാസ്സാക്കി. ആ നിയമം തന്നെയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ആ നിയമപ്രകാരം തന്നെയാണ് കേസ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അവർ അതിനെ എതിർക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. ഉല്ലാസ് ബാബു, അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്
പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പോലും ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇതിനെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് അടിവരയിട്ട് പറയേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്കാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അസിസി സിസ്റ്റേഴ്സിനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങേക്കറിയാം ആ 2 നിയമങ്ങളും. ഈ 2 നിയമങ്ങളും അവിടെ നിലവിൽ വന്നത് അവിടെ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സാമൂഹ്യ വിപത്തായി അവിടെ മതപരിവർത്തനം നിലനിൽക്കുന്ന ഘട്ടമുണ്ട്, മനുഷ്യക്കടത്തം നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിലാണ് 2 നിയമങ്ങൾ അവിടെ ഉള്ളത്. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സിസ്റ്റേഴ്സിനെതിരെ കേസെടുക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായ ഒരു വിഭജനമാണോ നിയമപരമായ ഒരു പരിഹാരമാണോ ഇതിൽ അനിവാര്യം? നീലിമ, ഇന്ത്യൻ ഭരണഘടന രാജ്യത്താകമാനം നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വിശദമായി ഒന്ന് വായിച്ചു നോക്കിയാൽ ഏതൊരു ഇന്ത്യക്കാരനും തന്റെ മതം ആഘോഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മത പ്രബോധനം നടത്തുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇവിടെയാണ് മത പരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം ആ സംസ്ഥാനത്ത് മാത്രമുണ്ടെന്നും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനെ കാണണമെന്നും മാത്രമല്ലല്ലോ 20ഓളം സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 20ഓളം സംസ്ഥാനങ്ങളിൽ. ഇത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല. അങ്ങ് പറഞ്ഞതിലെ ഒരു വസ്തുതയില്ലായ്മ കൊണ്ടെന്ന് ഇടപെട്ടു പോയതാണ്. നീലിമ, സിസ്റ്റർ പ്രീതി മേരിയും അതുപോലെ തന്നെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഏതു മതപരിവർത്തനമാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടത്തിയിട്ടുള്ളത്? അത് ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ആ 2 കാരുണ്യത്തിന്റെ മാലാകമാരെ ഇപ്പോ കാരിരുമ്പിന്റെ കൂട്ടിലടച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ചേർത്തു പിടിക്കുന്നു എന്ന ഭീവത്സമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെടുകയാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 2014 ശേഷം ക്രിസ്ത്യൻ സമൂഹം, അങ്ങ് നിയമം അറിയാവുന്ന ഒരാളാണ്. ഒരു ആദിവാസി പെൺകുട്ടി പോലീസിനോട് പറയുകയാണ്, ഇന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, എന്നെ ബലമായി കൊണ്ടുപോകുകയാണ്, എനിക്ക് പോകാൻ താല്പര്യമില്ല, മതിയായ രേഖകളില്ല. അപ്പോൾ പോലീസിന്റെ മുന്നിലുള്ള വഴി എന്താണ്? ആ പെൺകുട്ടിയുടെ മൊഴി കണക്കിലെടുക്കേണ്ടേ? ഒരു ആദിവാസി പെൺകുട്ടിയാണ്, വലിയ പരിരക്ഷയുണ്ട് ആ വിഭാഗത്തിന് അവിടെയൊക്കെ. ഒരു സംശയ കരുതി വേണ്ട, നിയമപരമായി തന്നെ കാര്യത്തെ സമീപിക്കാം. BNS 142, 153 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇപ്പോ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. പക്ഷേ BNSS എന്ന് പറയുന്ന ഈ BJP ഗവൺമെന്റിനെ അവതരിപ്പിച്ച നിയമത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് പോയിന്റ്, ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അവരെ കാരിരുമ്പിൽ കൂട്ടിലേക്ക് അയക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? അന്വേഷിച്ച് വസ്തുതാ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? നിയമത്തിലൊരു തടസ്സമില്ലല്ലോ. ഈ പറഞ്ഞ അവരെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തണ്ടേ? നിങ്ങളൊരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, വിചാരധാര എന്ന് പറയുന്ന RSSന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളുടെ കൂട്ടത്തിൽ 3 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്ന് ക്രിസ്ത്യനും, മറ്റൊന്ന് മുസ്ലിമും, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകളുമാണ്. ഇന്ത്യയിൽ 2014 ശേഷം രാജ്യത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടന്നു വരുന്ന അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ പറയുമ്പോൾ അതിനെതിരെ ഈ കേരളത്തിലെ BJP, കേരളത്തിലെ ചില സംഘടനകളെയും ചില ക്രിസ്ത്യൻ സംഘടനകളെയും അതുപോലെ ചില പാതിരിമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്തീയ സമൂഹത്തിനൊപ്പം കേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാചാ കസരത്തിനപ്പുറം മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ? കേരളത്തിന് പുറത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സമൂഹം അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ, ആ പീഡനങ്ങൾ പലപ്പോഴും ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന RSSനും BJPക്കും ഹാലിളകുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വസ്തുത. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സാമുദായിക സമവാക്യം, സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് എങ്ങനെയും ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതിന്റെ പരീക്ഷണശാലയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടന്നത്. അതേ പരീക്ഷണം ഈ കേരളത്തിന്റെ
കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂറിലും എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ പരീക്ഷിച്ചു വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ വലിയ ശുഭപ്രതീക്ഷയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി ഇക്കാര്യത്തിൽ ബോധ്യം വന്നിരിക്കുന്നത്. തങ്ങൾ പീഡനം അനുഭവിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ആ നറേറ്റീവ് വളരെ കൃത്യമാണ്. BJP വേഴ്സസ് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്ന ആ അജണ്ടയിലേക്ക് നിങ്ങൾ ഈ വിഷയത്തെ വലിച്ചു കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു സാവകാശമില്ലാതെയാണ് അവിടെ ന്യൂനപക്ഷ വേട്ട, ക്രൈസ്തവ വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ത്യ സഖ്യം വലിയ വാളുമായി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വളരെ കൃത്യമാണ്. ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ വലിയ വേട്ട നടക്കുന്നു. എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ ബന്ധപ്പെടാൻ ഇപ്പോൾ നിങ്ങൾ തെരുവുകളിൽ പ്രകടനം നടത്തുന്ന, പ്രതിഷേധ ജ്വാല ഉയർത്തുന്ന നിങ്ങൾ നിയമപരമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ അവിടെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റുമായി നടത്തിയോ? പകരം നിങ്ങൾ പറയുന്ന BJP തന്നെയാണ്, അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയും ഈ വിഷയത്തിൽ ഇടപെടുവിപ്പിക്കുന്നതും വളരെ കൃത്യമായ നടപടികൾ അവിടെ കൈക്കൊള്ളുന്നതും. അനൂപ് ആന്റണി അവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ, ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമമാണ് BJP നടത്തുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു നീക്കമുണ്ടായോ ഇത്തരത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിക്കുന്നതിന് പകരം? അങ്ങ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും വിഷ്ണുദേവ് സായി തന്നെയല്ലേ? ആ വിഷ്ണുദേവ് സായി ആണല്ലോ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഗുരുതര കുറ്റകൃത്യമാണ് ഈ 2 കന്യാസ്ത്രീമാരും നടത്തിയിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തിലോട് വിളിച്ചു പറഞ്ഞത്. ഒരു സെക്കൻഡ് ശ്രീ ഉല്ലാസ് ബാബു, അതിലൊരു വ്യക്തത വേണം. ശ്രീ BN ഹസ്കർ, അതിൽ നീതി പുലരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, ഇത് പെൺമക്കളുടെ വിഷയമാണ്. ആ പെൺമക്കളെ രാഷ്ട്രീയമായി വലിച്ചിഴക്കരുത്. ആ പെൺകുട്ടികളുടെ മൊഴിയാണ് ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലുള്ളത്. അതാണ് വലിയ പ്രശ്നം. ശ്രീ ഉല്ലാസ് ബാബു. അല്ലല്ല, വിഷ്ണുദേവ് സായിയുടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു വന്ന് ബഹുമാനായിട്ടുള്ള ഹസ്കറുടെ വാക്കുകൾ ഞാൻ കേട്ടു. അദ്ദേഹം അത് അവരുടെ അജണ്ടയാണല്ലോ. അവരുടെ അജണ്ട എന്താണ്? ഇപ്പോൾ ഇവർ തമ്മിൽ തല്ലിക്കുക. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 3 daughters from Narayanpur were promised nursing training and subsequent job placements. They were handed over to 2 nuns at Darg station by the person from Narayanpur who were taking the girls to Agra. Though inducement and attempt was being made and engaged to human trafficking and conversion, this is a serious matter related to women's safety. The investigation in the case is still ongoing. The matter is under judicial review and the law will take its course. Chhattisgarh is a peaceful state where people of all religion and communities live in harmony. It is extremely unfortunate to give a political color to the issue related to the safety of our bastard daughters. എന്ന് പറഞ്ഞാൽ എന്താണ് ഹസ്കർജി? അവിടെ ഒരു 3 കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു വ്യക്തി കൊണ്ടുവന്ന് ദർഗ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്തൊരു അറ്റംപ്റ്റ് നടന്നതായിട്ട് പോലീസ് സംശയിക്കുന്നു. FIR നിങ്ങൾ എഴുതി നോക്കണം. FIRനെ അനുബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് ഇട്ട് FIR അനുബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ട്വീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. FIR എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വാഭാവികമായിട്ട് FIR തെറ്റുണ്ട് എങ്കിൽ മജിസ്ട്രേറ്റ് നിങ്ങൾ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ BJP അല്ലല്ലോ റിമാൻഡ് ചെയ്തത്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലേ. അപ്പോൾ നിയമവാഴ്ചയുള്ള നാട്ടിൽ പോലീസ് FIR ഇടുന്ന സമയത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് തെറ്റാണ് എങ്കിൽ പരിപൂർണമായിട്ട് വലിച്ചെറിയുന്നു ആ FIR തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ FIRനകത്ത് എവിടെയോ, ഞാൻ കന്യാസ്ത്രീമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ, KCBCയുടെ ബഹുമാനനായിട്ടുള്ള പ്രതിനിധി അതിനെ തെറ്റിദ്ധരിക്കേണ്ട, അവിടെ ഈ കുട്ടികളെ ഇവിടേക്ക് എത്തിച്ച പ്രവൃത്തിയിൽ തെറ്റുണ്ട് എന്നുള്ളൊരു ധാരണ കുട്ടികളുടെ മൊഴിയിൽ നിന്ന് വന്ന അടിസ്ഥാനത്തിൽ ആ പരസ്പര വിരുദ്ധ മൊഴിയെ കൃത്യമാക്കേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസ് അതിന് FIR ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ FIR ഞാൻ ചോദിച്ചോട്ടെ, ഒരു നെഗറ്റീവ് നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്കതിലേക്ക് KCBCയുടെ പ്രതിവായിട്ടുള്ള പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു വക്കീൽ എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ. ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ത്? ഞങ്ങൾ ജോലിക്ക് ആളെ കൊണ്ടുവരാം. ആ കൊണ്ടുവന്ന ആളും ആ കൊണ്ടുവന്ന കുട്ടികളും പരിപൂർണമായിട്ട് രേഖകളിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? നിങ്ങളവിടെ ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ? കന്യാസ്ത്രീമാരെ അവർ പറ്റിക്കുകയായിരുന്നുവെങ്കിലോ അവർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെങ്കിലോ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടികൾ തെറ്റായി മൊഴി കൊടുത്തിരുന്നതെങ്കിലോ ആ കൊടുത്ത മൊഴിക്കനുസരിച്ച് പോലീസ് കേസിടണ്ടേ? ഇവിടെയാണെങ്കിൽ ആ കേസിടണ്ടേ? അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക? നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ കേസിടേണ്ട ഒരു കാര്യമില്ല. ഒരു കുട്ടി പറയുകയാണ്, അല്ല
എൻ്റെ സമ്മതത്തോടു കൂടിയല്ല ഞങ്ങളെ കൊണ്ടുപോകുന്നത്, മനഃപൂർവ്വം കൊണ്ടുപോകുന്നു, എനിക്കൊരു താല്പര്യമില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ കേസ് കൃത്യമായിട്ട് ഇടില്ലേ പോലീസ്? അവിടെ സ്വാഭാവികമായിട്ട് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഹായം കൊടുക്കാൻ BJP ഇവിടുന്ന് കൃത്യമായിട്ട് BJPയും നിങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനമെടുത്തത്? ബഹുമാനായ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഇടപെട്ടില്ലേ? അപ്പോൾ BJP ഞങ്ങളൊരു അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ ബഹുമാനായ രാജീവ് ചന്ദ്രശേഖർ അതിൽ ഇടപെടുമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ടില്ല. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്കറിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, ഇവരുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത് ക്രൈസ്തവ. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം എന്തിനാണ് സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂരിലെ ക്രൈസ്തവരുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണ് ഇവരുടെ പാർട്ടി മീറ്റിങ്ങിൽ ചർച്ച നടത്തിയവർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തൃശ്ശൂരിലെ ക്രൈസ്തവർ എന്നല്ല, തൃശ്ശൂരിലെ ജനങ്ങളെന്ന് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തയ്യാറില്ല. അവർ ജനങ്ങളെ ക്രൈസ്തവനായും മുസൽമാനായും നായരായും ഇഴവനായും ഏഷ്യനായും അതേപോലെ തന്നെ SC ആയും ST ആയിട്ടും കാണാനേ അവരിപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. അവർ മനുഷ്യരായി തൃശ്ശൂരിലെ വോട്ടർമാരാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്നിവരുടെ പാർട്ടി ചർച്ച ചെയ്യില്ല. അത് KCBC മനസ്സിലാക്കണം. ഇവർക്ക് ഇപ്പോഴും ക്രൈസ്തവൻ, മുസൽമാൻ, ഇസ്രായേൽ വിഷയത്തിൽ ഇവരെടുത്ത തീരുമാനം എന്താണ് ഇസ്രായേൽ വിഷയത്തിൽ ഭാരത സർക്കാർ എടുത്ത തീരുമാനം? ഭാരത സർക്കാർ കൃത്യമുള്ള തീരുമാനം എടുത്തില്ല, അതല്ല ശരി. അവിടെ തീവ്രവാദ പ്രവർത്തനത്തിന് കൃത്യമായിട്ട് ഇസ്രായേൽ സർക്കാർ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ തീരുമാനമെടുത്തവരാണ് ഇവർ. എന്തടിസ്ഥാനത്തിൽ? അപ്പോൾ ഇസ്ലാമിക വോട്ടുകൾക്ക് വേണ്ടി ഇവർ ആ തീരുമാനമെടുത്തു. അവിടെ നിങ്ങളെ പറ്റിച്ചു, ക്രിസ്ത്യൻ സമൂഹത്തെ ഇവർ ചതിക്കും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുന്ന സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ ഡെവലപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ട് മണിപ്പൂർ വിഷയം വന്ന സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ തന്നെ കൃത്യമായി മണിപ്പൂർ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇത്? അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ വിഷയമല്ല. അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ നിങ്ങൾ അനാവശ്യമായി ചിത്രീകരിക്കപ്പെടേണ്ടതില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിനെ വക്രീകരിക്കുന്നു. എന്നിട്ട് ഇവിടെ പള്ളികൾ പൊളിക്കാനായിട്ട് അതിനുവേണ്ടി ഓടി നടക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. കോൺഗ്രസ്സുകാരുടെ പരിപാടി എന്താ? ഇതേ നിലപാട് തന്നെയല്ലേ ഇവന്മാരും തുടരുന്നത്. അപ്പൊ രാഷ്ട്രീയ തട്ടിപ്പിന് വേണ്ടിയും രാഷ്ട്രീയം വളരെ കൃത്യമാണ്. അവരവന്റെ പോക്കറ്റിലിട്ട് അമ്മാനമാടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എനിക്കൊരു താഴ്മയായിട്ടുള്ള അപേക്ഷയാണ്. ഓക്കെ, കാസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ കൂടി ചേരുന്നുണ്ട്. ശ്രീ കെവിൻ പീറ്റർ, ഇത്രയും നാൾ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ പ്രശ്നം നടന്നത്. മണിപ്പൂർ എന്താണ് എന്ന് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇപ്പോൾ ബോധ്യമായി. ഇപ്പോൾ ഇവിടെ ഛത്തീസ്ഗഡാണ് രാഷ്ട്രീയ ആയുധമാക്കി ഇടത് വലത് മുന്നണികൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ BJPക്ക് ഏതെങ്കിലും വിധത്തിൽ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ലായിരുന്നുവെങ്കിൽ BJPയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ ഛത്തീസ്ഗഡിൽ പോയി അവിടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ സിസ്റ്റേഴ്സിന് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി വരികയാണ്. അങ്ങനെ BJPയെ അവിശ്വസിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? ശരിക്കും ഞങ്ങള് ക്രിസ്ത്യാനികള് രക്തസാക്ഷിത്വത്തിലൂടെയാണ് സഭ വളർന്നത് എന്ന് കേട്ടു വളർന്നവരാണ്. അതിന് തെളിവായിട്ട് അല്ലെങ്കിൽ ശത്രുവിനോട് ക്ഷമിക്കണം, അവനോട് പൊറുക്കണം എന്നുള്ള ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലയാളികളോട് ക്ഷമിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയും സിസ്റ്റർ റാണി മരിയയുടെ കൊലയാളിയും അരുൾദാസിന്റെ കൊലയാളിയോടും സാധു സുന്ദർ സിംഗിനോടും അവരുടെയൊക്കെ കൊലയാളികളോട് അവരുടെ കുടുംബാംഗങ്ങൾ ക്ഷമിച്ചതും പുറത്തതുമൊക്കെ കണ്ടതാണ്. എന്തിന്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വെടിവെച്ച മുഹമ്മദ് അലി അക്ബ എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദിയെ ജയിലിൽ ചെന്ന് കണ്ട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതാണ്. അപ്പോ വികാരത്തെ വികാരം കൊണ്ടല്ല നേരിടേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തുണ്ടാകുന്ന പ്രതിഷേധത്തെ ഇവിടെ പ്രതിഷേധം നടത്തിയല്ല നേരിടേണ്ടത്. ക്രിസ്ത്യാനികൾ നേരിടേണ്ടത് വികാരത്തെ പക്വതയോടുകൂടിയാണ് നേരിടേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരെ കൂട്ടുപിടിച്ചാൽ അത്യന്തികമായ നഷ്ടവും ബുദ്ധിമുട്ടും ക്ലേശവും ക്രിസ്ത്യാനികൾക്ക് തന്നെയായിരിക്കും. കാരണം ഇത് മണിപ്പൂർ വിഷയമല്ല, ഒരു സ്റ്റേറ്റിലെ വിഷയമല്ല, ഈ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഇതിനെ വളരെ ബുദ്ധിപൂർവം പക്വതാപൂർവം ക്രിസ്ത്യൻ സമുദായ നേതൃത്വം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് സംഘപരിവാർ സംഘടനകളും ക്രൈസ്തവരും തമ്മിലുള്ള വിഷയമല്ല, BJPയും ക്രൈസ്തവരും തമ്മിലുള്ള വിഷയമല്ല, മറിച്ച് ഹൈന്ദവ സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ പൊതുബോധത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും ഒരു കാരണവശാലും അനുവദിക്കരുത്. CBCI നേതൃത്വം ഈ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കളുമായി ഹൈന്ദവ സമുദായ സംഘടനകളുടെ നേതൃത്വവുമായും നേരിട്ട് കണ്ട്, ഇപ്പം കാന്തപുരം വരെ പോയി സംസാരിച്ചല്ലോ, ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു മെത്രാന്മാര് പ്രധാനമന്ത്രിയായിട്ടോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടോ പോയി സംസാരിക്കുമ്പോഴാണല്ലോ ഇവിടെ ചർച്ചയും പ്രശ്നവും ബഹളവും ഒക്കെ. കാന്തപുരം മകനെ കൊണ്ടുപോയി സംസാരിച്ചു, ആർക്കും വിഷയമില്ല. അപ്പൊ അതുപോലെ CBCI നേതൃത്വം
മെത്രാന്മാരെ കണ്ട് നേതൃത്വം ഭരണകർത്താക്കളെയും ഈ ഹിന്ദു സാമുദായിക സംഘടനാ നേതാക്കളെയും കണ്ട് ഈ വിഷയം രമ്യമായി പരിഹരിച്ച് രണ്ടു കൂട്ടരുടെയും ആശങ്കകൾ പങ്കുവെച്ച് അവരുടെയുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ഈ വിഷയം പരിഹരിക്കണം. അല്ലാതെ ഇവിടെ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ സ്നേഹമല്ല, മറിച്ച് 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെയും ലക്ഷ്യം വെച്ചുള്ളത് മാത്രമാണ്. എങ്ങനെയെങ്കിലും UDF വീണ്ടും അധികാരത്തിൽ എത്തിച്ച് ഭരണത്തിന്റെ നിയന്ത്രണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൈകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം നോക്കൂ, ഇവിടെ ഒത്തിരി ആൾക്കാരിവിടെ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ. പാർലമെന്റിൽ ഇടതുപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ പ്രതിഷേധിച്ചു. എന്താ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് MP അല്ലേ? എന്താ പ്രതിഷേധിക്കാതിരുന്നത്? അപ്പോ പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തരേന്ത്യയിലെ ഹൈന്ദവ വോട്ട് ബാങ്കിനെ ഭയമാണ്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇന്ന് അവിടെ ബഹളം ഉണ്ടായപ്പോൾ എഴുന്നേറ്റ് നിന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചോ? ഇല്ല, അത് റെക്കോർഡിംഗ് ആണ്, പുറത്തു വരും. ഹൈന്ദവ വോട്ട് ബാങ്കിനെ ഭയമാണ്. അപ്പൊ ഇവിടെ ഈ ഛത്തീസ്ഗഡിൽ ആർക്കാണ് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നോക്കണ്ട, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ഹേമന്ത് സാഗർ, ചരൺദാസ് ഹേമന്ത്, അദ്ദേഹം അവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയോ? അദ്ദേഹം ജയിലിൽ ചെന്ന് കന്യാസ്ത്രീകളെ സന്ദർശിച്ചോ? ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം, ഒരു ഐക്യദാർഢ്യ പ്രകടനം ഛത്തീസ്ഗഡിൽ നടത്തിയോ? ഇവരാരെങ്കിലും ചെന്ന് അവരെ കണ്ട് ആവശ്യപ്പെട്ടോ? ഈ ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകളെല്ലാം അവിടെ ചെന്ന് ഇവരെ കണ്ട് ആവശ്യപ്പെട്ടോ, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണം, ഞങ്ങളുടെ നാട്ടിലുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ടി അത്തരത്തിൽ ഇടപെടില്ല. കാരണം വയനാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലീഗിന്റെ കൊടി വെളിയിൽ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി വെച്ചവരാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ വോട്ടുകളെയൊക്കെ വളരെ ഭയപ്പെടുന്നുണ്ട് പ്രിയങ്കയും രാഹുലും ഒക്കെ. അതൊക്കെ ആ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്. KCBCയുടെ പ്രതിനിധി പ്രസാദ് കുരുവിളയിലേക്കാണ്. ശ്രീ പ്രസാദ് കുരുവിള, ഈ കഴുകം രാഷ്ട്രീയൻ കളിക്കുകയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ എന്നാണ് ഉയർന്നു വരുന്ന ഒരു വിമർശനം. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നിന്നും ബൃന്ദ കാരാട്ട്, അതുപോലെ ആനി രാജ, A റഹീം, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കൂടി ഛത്തീസ്ഗഡിലേക്ക് എത്തി. പക്ഷേ അവരെ കാണാൻ കഴിഞ്ഞില്ല. കാരണം 3 മണിക്ക് ശേഷം സന്ദർശനാനുമതി ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നതിന് പകരം അതായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ അവിടെ ചെന്ന് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഒരു തരത്തിൽ ഈ രാഷ്ട്രീയം ആളിക്കത്തിക്കാൻ, ഈ രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം അതിലുപരി ഒരു രാഷ്ട്രീയ കളിയാണ് പ്രതിപക്ഷത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ KCBC അംഗീകരിക്കുമോ? ഇല്ല, രാഷ്ട്രീയം കളിക്കുന്നവരൊക്കെ രാഷ്ട്രീയം കളിക്കട്ടെ. പക്ഷേ ഇത് തുടക്കത്തിലെ ഒഴിവാക്കാമായിരുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പൊ ഇവിടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്, പറയാതെ പറഞ്ഞു വെക്കുന്നത് കന്യാസ്ത്രീകൾ എവിടെ നിന്നോ 2-3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ഒരു സംഭാഷണം പോലെ ഇപ്പൊ തോന്നുന്നത്. അങ്ങനെ ആരും പറഞ്ഞില്ല ശ്രീ പ്രസാദ് കുരുവിള, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടില്ല. അങ്ങ് ദയവ് ചെയ്ത് ക്ഷമിക്കണം. അല്ല, നമുക്കിപ്പോ ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം എന്താണ്? ഒന്ന് സമയമെടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, സമയം കൊടുത്ത് അത്രയും വലിയ ക്രിമിനലുകളൊന്നും അല്ലല്ലോ സിസ്റ്റേഴ്സ്. ആ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലടയ്ക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അത് ജാമ്യം പോലും ലഭിക്കാത്ത രീതി, ഇന്നും ജാമ്യം കൊടുത്തില്ലല്ലോ. പക്ഷെ നല്ലതാണ് കേരളത്തിലെ BJP അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ ജാമ്യത്തിലിറക്കാനോ അല്ലെ കേസിൽ നിന്ന് ഒഴിവാക്കാനോ ശ്രമിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കാവുന്ന കാര്യങ്ങളായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് തുടക്കത്തിലെ ഒഴിവാക്കാവുന്ന ആയിരുന്ന കേസ്. ഇപ്പൊ കന്യാസ് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒഴിവാക്കാവുന്ന കേസ് ഇത്രയും വലുതാക്കി പെരുപ്പിക്കാനുള്ള സാഹചര്യം, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധം ഇതുപോലെ ആ കേസ് വഷളാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ബജറംഗ് ദൾ പ്രവർത്തകർ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രത്യേക വിഷയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ.
അല്ലാതെ സിസ്റ്റേഴ്സ് ഏതായാലും ഒരു പെൺകുട്ടികളെ ആണെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴോ അല്ല ഇടയ്ക്ക് വെച്ചോ എവിടെയെങ്കിലും വെച്ച് പറയാൻ പറ്റുമല്ലോ ഇവര് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുക അല്ലെ ഞങ്ങളെ ജോലിക്ക് കൊണ്ടുപോകുക അല്ലെ എന്തെങ്കിലും. അവർക്കാർക്കും അതുവരെ അവിടെ വന്ന് ആരെങ്കിലും ഇടപെടുന്നത് വരെ ഇവർക്കാർക്കും പരാതിയില്ല. പോലീസിനെ സംവിധാനങ്ങളും കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ ഭയപ്പാടുണ്ടാവുകയും അല്ലെ അവരുടെ ആളുകളെ കാണുമ്പോഴും അല്ലെ അവർ ബഹളം വെക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വ്യതിചലനമാകാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ യാതൊരു കാരണവശാൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനായ തക്കമായ ഒരു കേസും അവിടെ എടുക്കേണ്ടതായ യാതൊരു കാര്യവും അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. വെറുതെ പാവം സിസ്റ്റേഴ്സിനെ എടുത്ത് ജയിലിൽ ഇട്ടതിന് ശേഷം അവ പരിഹരിക്കാൻ വേണ്ടി ആളുകൾ ഓടുന്നതിലും നല്ലത് ഇത് ആലോചിച്ച് ഇവിടെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ആലോചിച്ച ശേഷം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിരുന്നല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സിസ്റ്റേഴ്സ് അങ്ങോട്ട് ഓടിപ്പോകുന്ന ആളുകളല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആരുടെയോ ഗൂഢാലോചനയുണ്ട്, ആരുടെയോ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പോലീസിനും കാര്യങ്ങൾ പഠിച്ച് ചെയ്യാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോലീസും അവിടെ നിലപാടെടുത്തത് തെറ്റായ നിലപാട് സ്വീകരിച്ചു. ശ്രീ പ്രസാദ് കുരുവിള, അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വെളിച്ചത്ത് വരേണ്ടതല്ലേ? വളരെ കൃത്യമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഗൂഢാലോചന അവിടെ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ഇന്ത്യ സഖ്യ കക്ഷികൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു, കേന്ദ്ര സർക്കാരുമായി ഇടപെടുന്നുണ്ട്, വളരെ കൃത്യമായി ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്നു. ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് BJP സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, ഈ സിസ്റ്റേഴ്സ് ഈ 2 ആക്ട് അനുസരിച്ചുള്ള തെറ്റ് ചെയ്തതായി ഞങ്ങൾ കണക്കിലെടുക്കുന്നേയില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മണിക്കൂറിൽ വേണ്ടത്. ഈ സിസ്റ്റേഴ്സിനെ സുരക്ഷിതമായി നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇത് വർഗീയ സംഘടനകളടക്കം ഇക്കാര്യത്തിൽ ഒരു മുതലെടുപ്പിന് വലിയ ശ്രമം നടത്തുകയാണ്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. SDPI വരെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ആ സിസ്റ്ററിന്റെ എളവൂരിലുള്ള വീട്ടിൽ ചെന്ന് SDPI നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? രമ്യമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലേ ശ്രീ പ്രസാദ് കുരുവിള? മുതലെടുപ്പ് എന്നുള്ള കാര്യം ഉണ്ടാവാതിരിക്കാം. കാരണം മുതലെടുപ്പാണല്ലോ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം. രാഷ്ട്രീയക്കാരുടെ ചുമതല എന്ന് പറയുന്നത് തന്ത്രമെന്ന് പറയുന്ന മുതലെടുപ്പാണല്ലോ. അവർ മുതലെടുപ്പ് നടത്തട്ടെ. പക്ഷേ ഇവിടെ എവിടെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ BJPയെ അങ്ങ് പച്ചയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല. BJP ഇതിനകത്ത് ഗൂഢാലോചന നടത്തി നമ്മൾ പറയുന്നില്ല. പക്ഷെ എവിടെയോ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ഇല്ലാതെ സിസ്റ്റേഴ്സ് അഴിക്കുള്ളിലാകുന്നു എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു ഗൂഢാലോചന നടത്തുന്നത് അത് ആരാണ്? ആദ്യത്തെ ആണോ ഗൂഢാലോചന, അതോ ഇപ്പം അവരെ പുറത്തിറക്കാൻ വേണ്ടി നടക്കുന്നതാണോ ഗൂഢാലോചന, അതാണോ മുതലെടുപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഗൂഢാലോചന വ്യക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതെ യാതൊരു കാരണവുമില്ലാതെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവം ഓർമ്മയുണ്ടോ? ശ്രീ പ്രസാദ് കുരുവിള, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? നിസ്കാരമുറി ചോദിച്ച് അവിടെ ചില സംഘടനകൾ വലിയ പ്രതിഷേധം അവിടെ നടത്തുന്ന സാഹചര്യമുണ്ടായല്ലോ. അവിടെ ആരാണ് ഇടപെട്ടത് യഥാർത്ഥത്തിൽ? ഇവിടെ CPM-ഓ കോൺഗ്രസോ മുസ്ലിം ലീഗോ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട് ആ മൂവാറ്റുപുഴ കോളേജിന് ഐക്യദാർഢ്യവുമായി എത്തിയോ? അവിടെ ആ കോളേജിന് പിന്തുണ നൽകിയത് BJP മാത്രമാണ്. അവിടെ വലിയ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ചില ശക്തികളുടെ SDPI പോലുള്ള ശക്തികളുടെ വലിയ ശ്രമമുണ്ടായി. അപ്പോൾ കുറേ നാളുകളായി ഇങ്ങനെ ന്യൂനപക്ഷത്തെ വളരെ കൃത്യമായി ഒരു സംരക്ഷണത്തിൻ്റെ ചിറകിൽ ഒതുക്കുന്നുണ്ട് BJP. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആ ഒരു കാര്യം ക്രൈസ്തവ വിഭാഗത്തിന് ഇത്തരത്തിലൊരു സംരക്ഷണം നൽകുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ചില സ്വരങ്ങൾ ഉയരുന്നത് എന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതല്ലേ? ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊന്നും തന്നെ രാഷ്ട്രീയമില്ല. കന്യാസ്ത്രീകൾക്ക് രാഷ്ട്രീയമില്ല, വൈദികർക്ക് രാഷ്ട്രീയമില്ല, ബിഷപ്പുമാർക്ക് രാഷ്ട്രീയമില്ല. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ആ സ്കൂളുകൾ നടത്തുകയും അതൊരു ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെയൊന്നും ഒരു രാഷ്ട്രീയം, നമ്മുടെ ഭാഗത്ത് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയം നടത്തുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ നിസ്കാരമുറിയോ അല്ല അതുപോലെ എന്ത് സംവിധാനങ്ങൾ ചോദിച്ചാലും അത് ആ സ്ഥാപനത്തിന്റെ
ഒരു നിലപാടുണ്ടാവുമല്ലോ. ആ നിലപാടിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യും. BJP-യുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ, അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒന്ന്, ആ സിസ്റ്റേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്വൈര്യമായിട്ട് അവരുടെ കാര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കണം. അതിന് ഏത് രാഷ്ട്രീയ അത് ആ സാഹചര്യം ഒരുങ്ങുന്നുവെന്നാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സെഷൻസ് കോടതിയിൽ നാളെ ഈ സിസ്റ്റേഴ്സിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. സ്വാഭാവികമായും അതിൽ അനുകൂല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷ വച്ചുപുലർത്തുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്കാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി നിങ്ങൾ നിലകൊള്ളുന്നു എന്നാണല്ലോ എപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യം എന്നത്. അത് നമ്മൾ മൂവാറ്റുപുഴ കോളേജിൽ കണ്ടോ? അല്ല നീലിമ, ഇതില് മൂവാറ്റുപുഴ കോളേജിന്റെ വിഷയമല്ല ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ മുന്നിൽ ഇപ്പോ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ശ്രീ അനൂപ് ആന്റണിയും ഒക്കെ കിണഞ്ഞു മുനമ്പത്ത് കണ്ടത് എന്താണ്? മുനമ്പത്ത് കണ്ടത് ഒരു നിമിഷം, ഞാൻ അതിലേക്കൊക്കെ വരാം. ഇപ്പൊ നിൽക്കുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതെ എനിക്ക് പറയാനുള്ള മറുപടി നിയമപരമായി തന്നെയാ പറയാനുള്ളത്. ഒന്ന്, BNSS-ല് 37(3) എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതായത് ആളിതുവരെ ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത പാവപ്പെട്ട നിരാലംബരും കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി ജീവിതം ത്യജിക്കുന്നതുമായ പാവപ്പെട്ട 2 കന്യാസ്ത്രീമാർക്കെതിരെ നോട്ടീസ് കൊടുത്തുവിടാൻ BNSS-ൽ നിയമമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് നിയമപരമായി അത് ചെയ്തില്ല? 2, ഇപ്പൊ അങ്ങയുടെ രാജീവ് ചന്ദ്രശേഖർജിയും അനൂപ് ആന്റണിയും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടല്ലോ. ആ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഈ കേസ് പിൻവലിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ആ കന്യാസ്ത്രീമാർ സ്വതന്ത്രമാവുമായിരുന്നു. ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? നാളെ സെഷൻസ് കോടതി തെളിവുകളുടെ പരിശോധിക്കുമ്പോൾ ഇതിലെ നിയമത്തിലെ തെളിവുകളുടെ അഭാവം മനസ്സിലാക്കി നാളെ ജാമ്യം കൊടുക്കുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർജിയുടെയും അതുപോലെ അനൂപ് ആന്റണിജിയുടെയും ഒക്കെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട കെവിൻ പീറ്ററിനെ പോലുള്ള കാസയുടെ നല്ല അൽമായന്മാരെ മാത്രം പറ്റിക്കാനേ പറ്റൂ. ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ ഇങ്ങനെ പറ്റിക്കാമെന്നും നിങ്ങൾ കരുതുക വേണ്ട. അതുകൊണ്ടാണ് നാളെ രാജ്ഭവനിലേക്ക് നല്ല അൽമായന്മാർ വാമൂടിക്കെട്ടി പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ചെവിക്കുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന പൊള്ളകളും കള്ളത്തരങ്ങളും വിശ്വസിക്കാൻ കാസ പോലുള്ള നല്ല അൽമായന്മാരെ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. കെവിൻ പീറ്റർ മറുപടി പറയേണ്ട ഘട്ടമാണ്. അങ്ങേക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, പകൽ സഖാവും രാത്രി തീവ്രവാദിയായിട്ട് നടക്കുന്നതിന്റെ ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യൻ സമുദായത്തിനും കാസയ്ക്കും കെവിൻ പീറ്ററിനും ആവശ്യമില്ല. അസ്ത്രകൾ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഞങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഞാൻ അതിലേക്ക് വരുന്നൊരു മറ്റൊരു കാര്യം പറയുന്നത്, ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുള്ളതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിലെ ആളുകളുടെ എണ്ണം കുറയുമ്പോഴും ആ സമുദായത്തിനും ആശങ്കയുണ്ടാകും എന്നുള്ളത് ഞങ്ങൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളുക തന്നെ വേണം. പക്ഷേ സഭാവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളും വൈദികരും പൊതുസമൂഹത്തിൽ ഇറങ്ങി ഏതെങ്കിലും സിവിലിയൻസിനൊപ്പം നടക്കുമ്പോൾ ആ സിവിലിയൻസ് എല്ലാം മതം മാറ്റത്തിന് വേണ്ടി വന്നവരാണെന്ന മുൻവിധിയോട് കൂടിയുള്ള ആൾക്കൂട്ട വിചാരണ ഒഴിവാക്കാൻ വേണ്ടുന്നത് സംഘപരിവാർ സംഘങ്ങളുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുക്കണം. അതും ഇതിനോടൊപ്പം തന്നെ ചെയ്യണം. അപ്പൊ ഇതിന്റെ കൂടുതൽ സിസ്റ്റേഴ്സുമായി വന്നിരിക്കുന്ന ഒരു വീഴ്ച ഞാൻ പറഞ്ഞു തരാം. ഇവർ പോയി കൊണ്ടുവരികയല്ല വേണ്ടത്. ഓരോ സ്ഥലത്തെയും സാമൂഹിക മറ്റ് എല്ലാവിധ വ്യത്യാസങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഇത് മതപരിവർത്തന നിരോധന നിയമം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പെൺകുട്ടിയിൽ ഒരാൾ വന്നത്, അല്ലെങ്കിൽ 2 പേർ വന്നത് നാരായൺപൂർ എന്ന് പറയുന്ന മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാണ്. ഈ ഒരു പെൺകുട്ടി മാവോയിസ്റ്റ് ആണെങ്കിലോ ഇവൾ പുറത്തു വന്ന് കന്യാസ്ത്രീ മഠങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവിടെ ഇരുന്നോട്ട് ടെലിഫോണിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യണമെങ്കിൽ നാളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീ ഉൾപ്പെടെ സ്റ്റാൻ സ്വാമിയാകത്ത് പോകില്ലേ? എന്തിനാണ് ഇവർക്ക് ഇതിന്റെ ആവശ്യം? പിന്നെ ഇത്ര ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആ കന്യാസ്ത്രീമാരെ കുഷ്ഠരോഗികളെയും ആദിവാസി കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പോകാൻ പാടില്ല. അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. BN ഹസ്കർ, ഞാൻ നേരത്തെ ആ ഇൻട്രോയിൽ സൂചിപ്പിച്ച കാര്യമാണ് കെവിൻ പീറ്റർ പറഞ്ഞു വരുന്നത്. അവിടെ ഈ മേഖലയിൽ നിന്നാണ് മാവോയിസ്റ്റ് വനിതാ നേതാവിനെ അടക്കം വകവരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അനുപമ അയാളെ നിയന്ത്രിക്കാൻ തയ്യാറാവണം. അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കൂ, സമയം പോകുന്നു. ഞാൻ പറഞ്ഞത്
ഈ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ നേരിട്ട് ആ കുട്ടിയുമായി, ഏതൊക്കെ കുട്ടികളുണ്ട് അവരുടെ മാതാപിതാക്കൾ കുട്ടികളുമായി സഭയുടെ ഇത്തരം സന്യാസ സ്ഥാപനങ്ങളിലെ ഓഫീസുകളിൽ വന്ന് തങ്ങളുടെ മക്കളെ ഏൽപ്പിച്ച് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം. എന്തിനീ കന്യാസ്ത്രീകൾ ഇതുപോലുള്ള സ്ഥലത്ത് വിളിക്കാൻ, കൃത്യമായിട്ട് ഹിന്ദിയോ ഇംഗ്ലീഷോ ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പറ്റാത്ത കന്യാസ്ത്രീകൾ എന്തിനാണ് പോകേണ്ട ആവശ്യം? അതിന് പോകേണ്ട ആവശ്യമില്ല. അത് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ നിർദ്ദേശം CBCIയിൽ നിന്നും ലെറ്റർ അല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇതിനകത്ത് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഇതിനു വേണ്ടി വന്നു, ഡയറക്റ്റ് മാർക്കറ്റിംഗ് വന്നു. കുറച്ചു നേരം മഴ ഉണ്ടായതുകൊണ്ട് അവൾ എന്റെ ഓഫീസ് കടയിൽ നിന്നു. അവളോട് കാര്യങ്ങൾ തിരക്കി. അവൾ പത്തനംതിട്ട ചെയ്യുന്നു. ഒരു പരിവർത്തന ക്രൈസ്തവ പെൺകുട്ടിയാണ്, വിശ്വാസികൾ മതം ഒരു ദളിത് പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ പഠിക്കേണ്ട പ്രായത്തിൽ ഇവിടെ വന്ന് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വേണ്ടി ഫ്ലാറ്റുകളും കടകളും വീടുകളും കയറി ഇറങ്ങുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് ശമ്പളം കിട്ടും, കൂടാതെ 3 നേരം സൗജന്യമായി ഭക്ഷണം കിട്ടും, എനിക്ക് കിടക്കാൻ ഒരു കട്ടിൽ കിട്ടും, എനിക്ക് നല്ലൊരു ബാത്റൂം കിട്ടും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഛത്തീസ്ഗഡിൽ രാഷ്ട്രീയ മുതലെടുപ്പോ എന്ന വിഷയമാണ് ജന ഡിബേറ്റ് ചർച്ച ചെയ്തത്. ഇതിൽ വേണ്ടത് മുതലെടുപ്പാണോ അതോ മോചനമാണോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ വിഷയം. BJPയുടെ ദൗത്യം വിജയത്തിലേക്ക് എന്നതാണ് അവിടെ നിന്നും ലഭിക്കുന്ന സൂചനകൾ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും. ജന ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.